ഹലോ! ഹെൽത്ത് മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, നമ്മുടെ വീടിന്റെ സൈഡില് ഇതുപോലൊരു ഫ്ലെക്സിന്റെ വെക്കണമെന്ന്. കാരണം നമ്മുടെ അടുത്തുള്ളവർക്ക് പോലും പലർക്കും അറിയില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊന്നേ. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഇതിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന്. പിന്നെന്താണ്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇപ്പൊ ആ സമയമായി, അങ്ങനെ അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം ഈ റോഡിൽ കൂടെ പോകുന്നവരും വരുന്നവരും അവർക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന്. കാരണം ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണ് നമ്മുടെ ഫ്രണ്ടിലെ റോഡേ. അത് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാതെ തന്നെ പറഞ്ഞറിഞ്ഞ് ധാരാളം പേര് വരുന്നുണ്ട്. അതുപോലെ വാങ്ങിയവര് അവരുടെ റിലേറ്റീവ്സിന്റെ അടുത്തും പരിചയക്കാരുടെ അടുത്തും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പലരും അച്ചാർ കൊടുക്കുന്ന വീട് ഏതാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അച്ചാറുകൾ ഇട്ട് വെക്കാനുള്ള ഇങ്ങനെയുള്ള ഭരണികളിലാണ് ഇട്ട് വെക്കുന്നത്. ആദ്യം ഞാൻ കുറേ വാങ്ങിയിരുന്നു. അതിനകത്ത് കുറച്ച് ജോസാൻ എൻ്റെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ജോസാന്റെ കടയിൽ സാധനങ്ങൾ ഇട്ട് വെക്കാൻ ഞാൻ കാണിക്കാം. അപ്പൊ വീണ്ടും കുറച്ചുകൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഭരണികളിൽ ഇരിക്കുമ്പോൾ കാണുന്നതിന്റെ നല്ല ഭംഗിയല്ലേ. നമ്മുടെ വെളുത്തുള്ളി കാന്താരിക്ക് ഭയങ്കര ഫീഡ്ബാക്ക് ആണ് കേട്ടോ. തീരാറായി, ആ ഒരു ബോട്ടിലുള്ളത് കൂടെ ഉള്ളൂ. പിന്നെ നാരങ്ങ വെളുത്തുള്ളി കാന്താരി അടുത്ത ബാച്ചും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ബാച്ചും അതും ടപ്പേന്ന് തീർന്നു. ഈ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് തീരുന്നത് കേട്ടോ. കാന്താരി കൂടി ഇട്ടത് കൊണ്ട് ഇപ്രാവശ്യം ഫാസ്റ്റ് മൂവിങ് ആണ് ഇതെല്ലാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളി കാന്താരി നേരത്തെ ഇട്ടത് തീർന്ന നടുക്കിയിരിക്കുന്ന ബോട്ടിലായിരുന്നു. സോറി, വെളുത്തുള്ളി അല്ല, നാരങ്ങ വെളുത്തുള്ളി കാന്താരി. അത് തീർന്നു. ഉടനെ അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട്. ഓരോന്നും തീരാറാവുന്ന ഉടനെ ഞാൻ അടുത്ത ബാച്ച് സ്റ്റോക്ക് വെക്കാറുണ്ടേ. ഇതാണ്ടേ കുപ്പികൾ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കടയിൽ ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ചിപ്സ്, മിച്ചറ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും, കേക്ക് എല്ലാം ഇപ്പൊ ഇങ്ങനെയുള്ള ഭരണിക്കകത്താണ് ഇട്ട് വെക്കുന്നത്. പിന്നെ കൊച്ചു ഭരണി എനിക്ക് അല്ലേലും വേണ്ട. ഞാൻ വാങ്ങിയപ്പോഴേ അത് മാറ്റി വെച്ചായിരുന്നു. കാരണം അതിനകത്ത് കുറച്ചല്ലേ കൊള്ളത്തുള്ളൂ അച്ചാറ്. അപ്പൊ കടയില് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ കയറിയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ളത് എത്ര ആണോ, ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. കടകളിൽ നിന്ന് ഇപ്പൊ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി 1/4 കിലോ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഒന്നുകൂടെ നോക്കും. എനിക്ക് തോന്നുന്നു മിനിമം 1 കിലോ എങ്കിലും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് പ്രത്യേക നോട്ടമാണത്. 1/4 കിലോ ഒന്നും ചിന്തിക്കുകയേ വേണ്ട, നമുക്ക് കടകളിൽ നിന്നും കിട്ടുമെന്ന്. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണമോ രണ്ടെണ്ണമോ, ഞാൻ ചിലപ്പോഴൊക്കെ പേരയ്ക്ക ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആപ്പിള് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ഒരു 2 ദിവസത്തേക്ക് അല്ലെ 3 ദിവസത്തേക്ക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോ നമുക്ക് വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ എല്ലാ ഫ്രൂട്ട്സിന്റെയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. എപ്പോ പോയാലും ആ കപ്പപ്പഴം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കപ്പപ്പഴം. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു 2 ആഴ്ചത്തേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പിടിച്ചു നിൽക്കും 2 ആഴ്ച. ചൗച്ചൗ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെജിറ്റബിള്. എപ്പോ കണ്ടാലും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അത് വെറുതെ തോരൻ വെച്ച് കഴിക്കാനും എനിക്ക് ഇഷ്ടമാണ്. ഇത് കിവി അധികം പഴുക്കാത്തതാണ്. 3-4 ദിവസം എടുത്തു അത് പഴുക്കാനായിട്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും എടുത്തു, തക്കാളി എടുത്തു. പിന്നെ ഇത് പടവലങ്ങ തോരൻ വെക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അത്യാവശ്യമുള്ളത്. ഇതൊരു സാമ്പാറിന് വേണ്ടി മാത്രം കുറച്ച് വെണ്ടയ്ക്ക എടുത്തതാണ്. അതുപോലെ 2 വഴുതനങ്ങ. ഇത് ദുതി, ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ, സോറി, ഹിന്ദിയാണോ മറാഠിയാണോ ദുതി എന്നറിയത്തില്ല. നമ്മുടെ ചൊരയ്ക്കാന്ന് പറയും. പിന്നെ ഞാൻ ഈ പഴക്കൊട്ട മേടിച്ചതേ, അതിനകത്ത് ഏതോ ഒരു ഫ്രൂട്ട് വെച്ചപ്പോ എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. അതിന്റെ നീരിറങ്ങിയാണ് ആ കളർ അങ്ങനെ മാറി വരുന്നത് കേട്ടോ. എത്ര തുടച്ചാലും കഴുകിയാലും അത് പോവില്ല. പിന്നെ അതിന്റെ കളറും മാറി വരുന്നുണ്ട് ആ പഴക്കൊട്ടയുടെ. ആദ്യത്തെ ആ ഒരു കളറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു 2-3 ദിവസത്തേക്കുള്ളതൊക്കെ ആ കൊട്ടയ്ക്കകത്താക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നും രാവിലെ ആവശ്യത്തിനുള്ളത് മാത്രം ഒന്നോ രണ്ടോ എടുത്ത് പുറത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പാക്കിങ്, ലോക്കൽ പാക്കിങ് നടക്കുന്നുണ്ട്, ഇന്റർനാഷണൽ പാക്കിങ് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടവും അയക്കുന്നത് പോസ്റ്റായിട്ടും കൊറിയറായിട്ടും പോവാറുണ്ട്. കൂട്ടത്തിൽ തന്നെ വന്നെടുക്കുന്നവരുടെയും കാണും. ഇന്റർനാഷണൽ കൊറിയർ നമുക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഈ 2 ദിവസമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പാക്കിങ് നടക്കണം. ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ പോകുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ബീഫ്, മീൻ, അച്ചാറ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് കേട്ടോ. കാരണം
അവർക്ക് അവിടെ മസാലകൾ കിട്ടും, പക്ഷേ അന്യായ വില കൊടുത്താണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നില്ലെന്ന് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ കൊറിയർ വിദേശത്ത് പോകുന്നവരുടെ പാഴ്സലിനകത്തും, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ലീവിന് വന്നിട്ട് പോകുന്നവരും ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇന്റർനാഷണൽ കൊറിയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് പോകുന്നത്. അപ്പോ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടുന്ന് ഇന്റർനാഷണൽ കൊറിയർ ഉണ്ട്. ഞാനിപ്പോ ഓൾറെഡി UK, അയർലൻഡ്, കാനഡ ഇവിടെ അയച്ചു. അമേരിക്കയിൽ നേരത്തെ അയച്ചിട്ടുണ്ട്. ഇപ്പം ടാക്സ് വന്നതിൽ പിന്നെ ഞാൻ അയച്ചില്ല, ആരും ഓർഡർ തന്നില്ല. നമുക്ക് അമേരിക്കയ്ക്കും അയക്കുന്നുണ്ട്. അപ്പോ ഇതും ഇന്റർനാഷണൽ കൊറിയർ ആണ്. ഇത് പക്ഷേ ഒരു 2-3 ഫാമിലി ചേർന്ന് മേടിക്കുന്നതാണ് കേട്ടോ. അത് അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ ലാഭമാണ്. കാരണം കൊറിയർ ചാർജ് 3 കൂട്ടരുടെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നില്ല. ഇത്രയും കൂടുതൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ 20-25 കിലോ ഒക്കെ 2-3 കൂട്ടർ ചേർന്ന് മേടിക്കുന്നവരുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മുളക് പൊടി, മല്ലിപ്പൊടി, റാഗിപ്പൊടി, കൂവപ്പൊടി ഇതൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ദിവസങ്ങൾ എന്താണ്, ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അതുപോലെ കുടംപുളിയും വാളംപുളിയും ധാരാളം പോകുന്നുണ്ട് കേട്ടോ. അതും വിദേശത്തോട്ട് ഒത്തിരി പോകുന്നുണ്ട്. കാരണം നല്ല കുടംപുളി ചിലര് ലീവിന് വന്നപ്പോൾ കൊണ്ടുപോയത് തീർന്നു പോയി എന്ന് പറയാറുണ്ട്. പിന്നെ എന്താണ്, ഓർഡർ തരുമ്പോൾ ഞങ്ങൾക്കും ഒരു ഉപജീവന മാർഗമാണ്. ഇതാണ് കേട്ടോ, കമ്പോസ്റ്റ്. അതിന്റെ മേളിൽ കവർ ഇട്ടേക്കുന്ന കണ്ടിട്ടൊന്നും തോന്നണ്ട. അതിന്റെ മേളിലാണ് വെള്ളത്തിന്റെ ടാങ്ക്. അതായത് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ, അതിലെന്നും വെള്ളമില്ല. അപ്പം വെള്ളം നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് ഓവർഫ്ലോ ആയിട്ട് വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നതാണ്. ഇത് ഏറ്റവും ആദ്യത്തെ ഡബ്ബ നിറഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് വെയിലത്തിട്ട് ഇച്ചിരി ഒന്ന് ഈർപ്പം എങ്ങാനും ഉണ്ടേ ഉണക്കി ഒരു പാത്രത്തിലോട്ട് ആക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്പോസ്റ്റിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടവർക്ക് അറിയാം, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കമ്പോസ്റ്റ് ആയി കഴിഞ്ഞ ശേഷം കുറച്ച് മണ്ണിനകത്ത് ആ കമ്പോസ്റ്റ് മിക്സ് ചെയ്ത്, എൻ്റെ കയ്യിൽ കുറച്ച് മുളകിന്റെ തൈകളുണ്ട്, അത് പാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ മുളക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു വരുന്നു. അടുത്ത ബാച്ച് ആക്കാനുള്ള ആ ചാക്കിനകത്ത് കഴിഞ്ഞ ഇല കൊഴിഞ്ഞ സമയത്ത് ഞാൻ റബ്ബറിന്റെ ഇലയല്ലാത്തത് ചാക്കിൽ കെട്ടിവെച്ചതാണ് കേട്ടോ. ഏകദേശം 1 വർഷത്തോളമായി. അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുപോലെ ചാക്കിനകത്ത് കെട്ടിവെച്ചതാണ്. കാരണം എനിക്ക് മണ്ണ് കുറവാണേ. അപ്പോ എന്തേലും നടണം എന്നുണ്ടെങ്കിൽ ചട്ടിക്കകത്ത് ആദ്യം ഞാൻ കുറേ കരിയില അങ്ങിടും. അതിന് ശേഷമാണ് ഈ കമ്പോസ്റ്റും മണ്ണൂടെ മിക്സ് ചെയ്തത്. ഇടുമ്പം കുറച്ചിട്ടാ മതി. നമ്മുടെ ചെടിച്ചട്ടിക്ക് അധികം വെയിറ്റും കാണത്തില്ല. അപ്പൊ നല്ലതുപോലെ മണ്ണിടണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കില് അതായത് ഇച്ചിരി ഇട്ടാ പോരാ, അത്യാവശ്യം ഇടണം. ഈ നമ്മുടെ അടിയിലിട്ട ഇലയുണ്ടല്ലോ, അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊടിയും. അന്നേരം ആ മണ്ണ് ഓൾറെഡി അങ്ങ് താഴോട്ട് പോകും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ കുറച്ച് മുളക് തൈകളൊക്കെ നടാനുണ്ടായിരുന്നു, അത് നട്ടു. അടുത്ത ബാച്ചും പാകിയിട്ടുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് വീട്ടിൽ തന്നെ കിട്ടുവാണെങ്കിൽ പിന്നെ എന്റെ ബിസിനസ്സും അറിയാലോ. എന്റെ വീട്ടിൽ നിന്നും തന്നെ ഞാൻ പറിച്ചെടുത്ത കാന്താരിയും കൊണ്ട് ധാരാളം അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കിട്ടാത്തത് കൊണ്ടാണ് അടുത്ത വീടുകളിൽ നിന്നും നമ്മൾ മേടിക്കുന്നത്. അപ്പോ എന്നും പറയുന്നത് പോലെ തന്നെ ഇത് ഒരു ദിവസത്തെ അല്ല കേട്ടോ. കാരണം എന്റെ അടുത്ത് പലരും പറയാറുണ്ട്, ബെൻസി പല ദിവസങ്ങളിൽ ആയാലും കുഴപ്പമില്ല, അത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഇട്ടൂടെ, ഞങ്ങൾക്കും ടൈം പാസ് ആണ്, ഞങ്ങൾക്കും വിശേഷങ്ങൾ അറിയാം, നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത് പല ദിവസത്തെ ക്ലിപ്സുകളൊക്കെ എടുത്ത് വെച്ച് ഇവിടുത്തെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ തേങ്ങ അരച്ച് കറികൾ വെക്കുന്നതിന് തേങ്ങ ഇപ്പൊ അങ്ങനെ ചിരകി എടുക്കാറില്ല കേട്ടോ. ഇതുപോലെ പുളി എടുത്തിട്ട് പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അങ്ങ് അടിച്ചെടുക്കുവാണ് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഓമയ്ക്ക കറിക്ക് വേണ്ടിയാണ് പയറും ഓമയ്ക്കയും കൂടി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം പൊടി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തു. ഇവിടെ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഉടച്ചെടുത്തിട്ട് അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കടു താളിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ ഓമയ്ക്കാക്കറിക്ക് പയറിടാറില്ല, പക്ഷെ ജോസാന് പയറിടുന്നതാണ് ഇഷ്ടം. ഇപ്പൊ കുറച്ച് കൂമ്പ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തോരൻ വെക്കുമ്പോൾ അതിൽ പയറിട്ട് വെക്കണേന്ന്. എനിക്കാണെ തിരിച്ചു പയറിടാതെ വെക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ജോസാന് വേണ്ടി പയറിട്ടും വെക്കാം, എനിക്ക് വേണ്ടി പയറില്ലാതെയും വെക്കാന്ന്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിച്ചിരിയൊക്കെ നമ്മളൊന്ന് മാനിക്കണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. വാചകം അടിക്കുന്നു, ചെയ്യുമ്പോ എത്രത്തോളം അത് സക്സസ് ആവും എന്നറിയില്ല. ഒരുമിച്ചങ്ങ് ചെയ്യത്തൊക്കെ ഉള്ളൂ. പിന്നെ കടു താളിച്ചു.
വറ്റൽമുളക് ഇട്ട് കടുക് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഈ കടുക് താളിക്കുന്നതിനകത്ത് എല്ലാം ഇടണേ. അപ്പൊ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. എന്റെ കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അമ്മ ഈ മുരിങ്ങക്കായ തോരൻ വെക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഷോർട്ട് കട്ടായിട്ട് നീളത്തിൽ അതുപോലെ തന്നെ അരിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ബോംബെയിൽ ചെന്നപ്പോ ഒരു പഞ്ചാബി കൊച്ചെന്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ മമ്മി മറാഠിയാണ്. അപ്പോ അവര് ഇത് തോരൻ വെച്ചോണ്ട് വരും. നമ്മുടെ മുരിങ്ങയ്ക്ക മുഴുവനായിട്ട് തന്നെ, അതായത് സാമ്പാറിനൊക്കെ കട്ട് ചെയ്തില്ലേ, അതുപോലെ കീറിയിട്ട് തേങ്ങയും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട്. എനിക്ക് അതിശയമായിരുന്നു അങ്ങനെയൊക്കെ വെക്കുമെന്ന്. പക്ഷെ ആ ഒരു ടേസ്റ്റ് ഞാൻ എത്ര വെച്ചാലും കിട്ടുന്നുമില്ല. അവരുടെ മസാലയുടെ ആയിരിക്കാം. അപ്പൊ മുരിങ്ങയ്ക്ക കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ചീകിയെടുക്കാം. നീളത്തിൽ ചീകിയെടുക്കുവാണെങ്കിൽ വീണ്ടും അരിയണം. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്പൂണ് പിടിച്ച് പിടിച്ച് 2-3 സ്പൂണ് മാറി തഴമ്പ് പോലെ കേട്ടോ. നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചല്ലേ ചെയ്യുന്നേ. നല്ല വേദന. അവിടെ പ്രസ് ചെയ്തുകൊണ്ട് അവിടെ അത്ര ഇടത്ത്. മുരിങ്ങക്കായ എല്ലാം ചീകി എടുത്തിട്ടുണ്ട്. ഇവിടെ സവോളയുള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായ്ക്ക് രുചി കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇത് തോരൻ വെക്കാൻ വേണ്ടിയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ വീട്ടില് വലിയ മുരിങ്ങ മരം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ തീ പിടിക്കുമെന്ന് പറഞ്ഞാല് സീസൺ ആവുമ്പോ ഭയങ്കര കായ്ഫലമായിരുന്നു അതിന്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളകുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം മറ്റേ ഉള്ളി സംഭവങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് വാടി വരുമ്പോ അതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങക്കായ ചീകി വെച്ചത് ഇട്ട് ആവിയിൽ നല്ലതുപോലെ ആ എണ്ണയുമായിട്ടൊന്ന് യോജിപ്പിച്ച് ആവിയിലൊന്ന് വെന്ത ശേഷം തേങ്ങയിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. കാരണം ജോസാൻ പ്രത്യേകം പറഞ്ഞു മഞ്ഞൾപ്പൊടി വേണ്ട, വെള്ളത്തോരൻ മതിയെന്ന്. ജോസാന് ചില തോരനുകളൊക്കെ ഇങ്ങനെ വെള്ളത്തോരനാണ് ഇഷ്ടം. അതുകൊണ്ട് ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. വഴറ്റിയപ്പോൾ തന്നെ ഉപ്പിട്ടിരുന്നു. കാരണം വെള്ളം എങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി അത് ആവിയിൽ വേവാൻ വേണ്ടിയാണ്. ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ മുരിങ്ങമരം ഉണ്ടായിരുന്നു. ഇത് പൂക്കുന്ന സമയത്ത് രാവിലത്തെ ഞങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാല്, ഞങ്ങള് മക്കളുമാര് എല്ലാരും കൂടെ 4 മക്കളാണല്ലോ ഞങ്ങള്. മൂത്ത ചേച്ചി വിജീസ് കിച്ചൺ, ആങ്ങള, ഞാന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ മുറ്റത്ത് നിരന്നിരുന്ന് ഈ പൂ പറക്കിയെടുക്കും. മെത്ത വിരിച്ചതുപോലാണ് രാവിലെ പൂ കിടക്കുന്നത്. അന്നത്തെ ദിവസം ആ പൂവിന്റെ തോരനായിരിക്കും. എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ മുരിങ്ങപ്പൂവിന്റെ തോരൻ. നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് അതൊക്കെ ഓർക്കുമ്പോ. വലുതായ ശേഷമുള്ള കാര്യമല്ല കേട്ടോ. കുഞ്ഞിലെ, അതായത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഓർമ്മയാണ്. എനിക്ക് ചില കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെ ഒക്കെ പഠിച്ചപ്പോഴുള്ള. എന്നാൽ ചിലത് ഒട്ടും ഓർമ്മയില്ല. ചുരുക്കം ചിലതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോ ഉച്ചക്കത്തെ ഊണും റെഡിയായി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തോരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ആ തോരൻ മാത്രം കൂട്ടി ഞാൻ കഴിക്കും. എന്തുവടി, എന്തുവാ നിനക്ക്? 2 പേർക്കും എന്താണ് പ്രശ്നം? ആണ്ടേ ചോറ് കൊടുത്തിട്ട് കാക്ക തിന്നുന്നു. അപ്പം ചോദിക്കും, നിങ്ങൾ പാത്രത്തിൽ എന്താ കൊടുക്കാത്തതെന്ന്. ഇവർക്ക് പാത്രത്തിൽ കൊടുത്താൽ തിന്നാൻ അറിയത്തില്ല. പാത്രം മറിച്ചിട്ടിട്ട് തറയിൽ നിന്ന് കഴിക്കും. ആണ്ടേ അവിടെ ഇരിപ്പുണ്ട്. ആ മീൻ മാത്രം പറക്കി തിന്നു. പിന്നെ ഞാനെന്തോ ചെയ്യണ്ടേ? ഏടാ ശങ്കര, ഞാൻ എന്തോ ചെയ്യണം നീ പറ. എടാ ശങ്കര, ശങ്കരൻ മോനാ നീ. പബ്ലിക് പ്രോപ്പർട്ടി. ശങ്കരൻ മോനാണോ ഇത്? ആനോടാ. ഇപ്പം ഞാൻ കയറിപ്പോയാൽ അവരും കയറിപ്പോവും. പെണ്ണേ, ഉണ്ട്.
ഒരുത്തൻ കിടക്കുന്നു. ഞാൻ എപ്പോ പുറത്തിറങ്ങിയാലും എവിടുന്നേലും പാഞ്ഞെത്തും രണ്ടെണ്ണം കൂടെ. പാത്രം കഴുകുന്ന സൗണ്ട് കേട്ടാലും മതി. ഇത് നന്നായിട്ട് അടുക്കും. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. മറ്റേതൊന്നും തൊടാൻ പോലും സമ്മതിക്കത്തില്ല. മീനും ഇറച്ചിയൊക്കെ അച്ചാറിടുന്ന ദിവസം ഇവർക്ക് കുശാലാണ് കേട്ടോ. അത് രണ്ടും വാങ്ങുന്നിടത്തുനിന്ന് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് വരുന്നതെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. അന്നേരം എന്റെ കൂടെ വന്നിരിക്കും ഇങ്ങനെ. ഞാനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടും ഇരിക്കും. ഇവരുടെ കൂടെ ഇരുന്ന സമയം പോന്നെ അറിയത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ അച്ചാറൊക്കെ ഇടുമ്പം പാതിരാത്രി ആയാലും എത്ര മണി വരെ ഞാൻ ആ മുറ്റത്തുണ്ടോ അത്രയും നേരം ഇതുങ്ങൾ എന്റെ കൂടെ കാണും. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരോ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ്. അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. എന്നാൽ ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗിൽ ഇവരെ കാണിച്ചപ്പം എനിക്കൊരു കമന്റ് വന്നായിരുന്നു ഇവരെ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.